എന്താണ് ഈ ഒരു അസുഖത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് ചോദിക്കാം. ക്രോണിക് ഫാറ്റിക് സിൻഡ്രോം പേര് പറയുന്നത് പോലെ ക്രോണിക് ആയിട്ട് നിൽക്കുന്ന ഫാറ്റിക് ക്ഷീണമാണ്. അതായത് ഒരു 6 മാസത്തിലധികമായിട്ട് നമുക്ക് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ലാത്തതുപോലെ ക്ഷീണം. ചെറിയ ഒരു ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് വിശ്രമിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ നമ്മൾ ടയേർഡ് ആകുന്നു. എത്രമാത്രം ഉറങ്ങിയാലും എത്രമാത്രം വിശ്രമിച്ചാലും നമുക്ക് ഈ ഒരു ക്ഷീണം വിട്ടുമാറുന്നില്ല. അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. വല്ലാതെയുള്ള മടി, എന്ത് കാര്യം ചെയ്യാൻ ഒരു മടി, ഭയങ്കര ഒരു സ്ലഗ്ഗിഷ്നെസ്, ഒരു മന്ദത അനുഭവപ്പെടുന്നു. പിന്നെ ഇതോടൊപ്പം ഫൈബ്രോമയാൾജിയുടെ പോലെയുള്ള സിംറ്റംസ് പലരും പറയാറുണ്ട്. അതായത് ദേഹത്ത് പല ഭാഗങ്ങളിൽ വേദന അനുഭവപ്പെടുന്നു, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അതുപോലെ തലവേദന അനുഭവപ്പെടുന്നു, തലയുടെ പല ഭാഗത്തായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഒരു ഹിസ്റ്ററിയും ഇല്ലാതെ, ഉറക്കളച്ചതിന്റെയോ അല്ലെങ്കിൽ വെയിൽ കൊണ്ടതിന്റെയോ ഒന്നും ഒരു ഹിസ്റ്ററി ഇല്ലാതെ വെറുതെ തലവേദന ഉണ്ടാകുന്നു, ബോഡി പെയിൻ വരുന്നു. ഇതെല്ലാം ഫൈബ്രോമയാൾജിയുടെ ലക്ഷണങ്ങളാണ്. ഇതും ക്രോണിക് ഫാറ്റിക് സിൻഡ്രോം ഉള്ള ആളുകളിൽ കാണപ്പെടുന്ന ഒരു പ്രധാന ലക്ഷണമാണ്. പിന്നെ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നു. അതായത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളൊരു തോന്നൽ വരുന്നു. അതുപോലെ മറന്നു പോകുന്നു, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഡേറ്റുകൾ, പ്രധാനപ്പെട്ട വസ്തുക്കൾ, ഇതെല്ലാം നമ്മൾ വെച്ചത് എവിടെയാണെന്നും അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോകുന്ന ഒരവസ്ഥ വരുന്നു. അതായത് ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ കിളി പോയ പോലത്തെ ഒരു അവസ്ഥ, അത് ഈ ഒരു ക്രോണിക് ഫാറ്റിക് സിൻഡ്രോം ഉള്ളവർക്ക് കാണുന്ന ഒരു പ്രധാന ലക്ഷണമാണ്. പിന്നെ പലപ്പോഴും ഈ ഒരു ആളുകൾ പറയുന്ന ബുദ്ധിമുട്ടാണ്, അവർക്ക് ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല, വല്ലാതെ ഉള്ളൊരു മടി. ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിലും അതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കുന്നു, അല്ലെങ്കിൽ അത് ചെയ്യാൻ ഒരു മടി തോന്നുന്നു. നേരത്തെയൊക്കെ വളരെ പെട്ടെന്ന് ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ ഇപ്പോൾ അത് ചെയ്യാനായിട്ടൊരു അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അതൊരു ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലും ചെയ്യാനായിട്ട് മടി അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ക്ഷീണം അനുഭവപ്പെടുന്നു എന്നുള്ള ലക്ഷണങ്ങളും ഇതോടൊപ്പം ചേർന്ന് കാണാറുണ്ട്.